അടുത്തൊരു കൗണ്ടറിൻ്റെ വെരിലോ കോഡാണ് 4-bit അപ്പ് കൗണ്ടർ വെരിലോ കോഡ്. ആദ്യം തന്നെ നമ്മൾ മൊഡ്യൂൾ പേരെഴുതി ഔട്ട്പുട്ട് കൗണ്ടിനെ നമ്മൾ ഡിക്ലെയർ ചെയ്ത്, അതൊരു 4-bit എന്ന് പറഞ്ഞത് കാരണം 4 bits ഡിക്ലെയർ ചെയ്തേക്കുന്നത്. പിന്നെ ക്ലോക്ക് ഉണ്ട്, റീസെറ്റ് ഉണ്ട് കൗണ്ടറിന്. ഇനി ഓൾവേസ് പോസിറ്റീവ് എഡ്ജ് ക്ലോക്കിലോ അല്ലെങ്കിൽ റീസെറ്റ് നെഗറ്റീവ് എഡ്ജോ ആകുമ്പോൾ ബിഗിൻ ചെയ്യണം, കൗണ്ടർ ബിഗിൻ ചെയ്യണം. ഇഫ് റീസെറ്റ് ആകുവാണെങ്കിൽ കൗണ്ടിലേക്ക് 0 അസൈൻ ചെയ്യണം. റീസെറ്റ് ആയില്ലെങ്കിൽ കൗണ്ടിലേക്ക് കൗണ്ട് +1 അസൈൻ ചെയ്യണം. അതായത് കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. ഇങ്ങനെ കൗണ്ട് ഇങ്ങനെ കൂടി വരും. ഇത്രയേ ഉള്ളൂ കൗണ്ടറിൻ്റെത്. ഇനി ചില സമയത്ത് കൗണ്ടറിൻ്റെ അകത്ത് അവർ 4-bit ആയിരിക്കാം, പക്ഷേ മോഡ് 10 എന്ന് പറയത്തില്ലേ, അപ്പം 10 ആകുമ്പോൾ അത് റീസെറ്റ് ആകണ്ടേ. അപ്പോൾ അതിന് നമ്മൾ എന്തോ ചെയ്യുന്നത്, കൗണ്ട് ഡിക്ലെയർ ചെയ്യും, ക്ലോക്കും റീസെറ്റും ഉണ്ട്. പോസിറ്റീവ് എഡ്ജ് ക്ലോക്കിൽ ഓൾവേസ് അറ്റ് ദ റേറ്റ് ഓഫ് പോസിറ്റീവ് എഡ്ജ് ക്ലോക്കിൽ വർക്ക് ചെയ്യും, നെഗറ്റീവ് റീസെറ്റ് ആയിരിക്കും. ബിഗിൻ ചെയ്യും. ഇഫ് റീസെറ്റ് ആണെങ്കിൽ കൗണ്ടിലേക്ക് 0 കൊടുക്കും. എൽസിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ ഇഫ് എൽസ് എഴുതണം. ഇഫ് കൗണ്ട് ഈക്വൽ ടു 10 ആയോ എന്ന് ചെക്ക് ചെയ്യും. 10 ആയെങ്കിൽ കൗണ്ടർ റീസെറ്റ് ചെയ്തിട്ട് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. 10 ആയില്ലെങ്കിൽ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം. നമ്മൾ മോഡ് 10 നമ്മൾ പഠിച്ചില്ലായിരുന്നോ, 0 to 9 വരെ കൗണ്ട് ചെയ്യും. 10 ആകുമ്പോൾ അത് റീസെറ്റ് ചെയ്യുമെന്ന് പഠിച്ചില്ലേ, അതിൻ്റെ പ്രോഗ്രാമായത്. ചില സമയത്ത് ഇതിനൊരു എനേബിൾ പിന്നും ഉണ്ടെന്ന് വിചാരിക്കും. എനേബിൾ പിൻ ഉണ്ടെങ്കിൽ നമ്മൾ കൗണ്ട് ബിഗിൻ ചെയ്യണം. റീസെറ്റ് ചെയ്യുവാണെങ്കിൽ 0 കൊടുക്കണം. റീസെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എനേബിൾ ആണോ ഡിവൈസ്, എനേബിൾ ആണെങ്കിൽ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം, എനേബിൾ അല്ലെങ്കിൽ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ട. അത്രയുമേ ഉള്ളൂ. കൗണ്ടറിൻ്റെ ഒരു കൊച്ചു പ്രോഗ്രാമായത്.